ചെന്നൈ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം. 5 ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ 4-0 സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നികേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നികേഷ്, എങ്ങനെയാണ് ഈ കളിയെ വിലയിരുത്തേണ്ടത്? ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ 5ാമത്തെ മത്സരമാണിത്. ഇന്ത്യ ഈ വളരെ അത്ഭുതകരമായ രീതിയിൽ ഈ ടെസ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എങ്കിൽ കൂടി ആ ശ്രമം വിജയിച്ചില്ല. 207 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 88ാമത്തെ ഓവറിലാണ് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയത്. രണ്ട് ഓവർ കൂടി പിടിച്ചു നിൽക്കാനുള്ള ശ്രമം ഇംഗ്ലണ്ടിന്റെ വാലറ്റക്കാരുടെ ഭാഗത്തുണ്ടായെങ്കിൽ കൂടി അത് ശ്രമം കണ്ടില്ല. നമുക്കറിയാം, ഇന്ത്യയിലെ പിച്ച്, ചെന്നൈയിലെ പിച്ച് ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ വിക്കറ്റാണ്. 5ാം ദിവസം കൂടുതൽ ക്രാക്കുകൾ ഉണ്ടാവും വിക്കറ്റിൽ. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്പിന്നർമാരിലൂടെ വിജയം നേടാമെന്നായിരുന്നു ഇന്ത്യ കരുതിയിരുന്നത്. ആ തന്ത്രം ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഒരു ആദ്യ ഇന്നിങ്സിലെ മികച്ച ലീഡാണ് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു ഇന്നിങ്സ് ജയത്തിലേക്ക് നയിച്ചത് നമുക്ക് നിസ്സംശയം പറയാം. അതിൽ മലയാളി താരം കരുൺ നായരുടെ 303 റൺസ്, അതോടൊപ്പം തന്നെ ലോകേഷ് രാഹുലിൻ്റെ 199 റൺസ്, ഇതെല്ലാം എടുത്തു പറയേണ്ട വസ്തുതകളാണ്. ഈ ഒരു സ്കോറിൻ്റെ പിൻബലത്തോടെയാണ് ഇന്ത്യ വലിയ ഒരു സ്കോർ പടുത്തുയർത്തിയത്. 754 റൺസ് എന്ന വലിയ ഒരു ടോട്ടൽ പടുത്തുയർത്തിയത്. 2ാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിന് തുടക്കം മുതൽ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കളിച്ച രീതി പിന്തുടർന്നുകൊണ്ട് അനായാസം ഈ ബൗളർമാരെ നേരിടാമെന്നായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഒരു പദ്ധതി. പക്ഷേ ഓപ്പണർമാർ തങ്ങളുടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചെങ്കിൽ കൂടി മധ്യനിരയും വാലറ്റവും തകരുകയായിരുന്നു. ലഞ്ചിന് ശേഷമാണ് ഇംഗ്ലണ്ട് പൂർണ്ണമായും തകർന്നത്. 2:20 ലഞ്ചിന് ശേഷമുള്ള കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യൻ സ്പിന്നർമാർ, പ്രത്യേകിച്ചും രവീന്ദ്ര ജഡേജ, പിച്ചിലുള്ള എല്ലാ ആനുകൂല്യവും മുതലാക്കി ഇംഗ്ലണ്ടിനെ തകർക്കുകയായിരുന്നു. സോമി, ഇന്ത്യ മികച്ചൊരു വിജയം കരസ്ഥമാക്കുമ്പോഴും എടുത്തു പറയേണ്ട ഒന്നാണ് മലയാളിയായ കരുൺ നായരുടെ പ്രകടനവും. ട്രിപ്പിൾ സെഞ്ചുറി നേടിയ കരുൺ നായരും ഒപ്പം തന്നെ ലോകേഷ് രാഹുലും. എങ്ങനെയാണ് ഇവരുടെ ഒരു കളിയെ, അവരുടെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് ഈ അവസരത്തിൽ വിലയിരുത്തേണ്ടത്? സ്വാഭാവികമായും ഇന്നലത്തെ ഒരു കളിയുടെ പോക്ക് കണ്ടപ്പോൾ ടെസ്റ്റ് സമനിലയിലേക്ക് നീങ്ങുമെന്നാണ് പൊതുവിൽ കരുതിയിരുന്നത്. എങ്കിൽ കൂടി 5ാം ദിനത്തിൽ ഇന്ത്യൻ സ്പിന്നർമാരുടെ, പ്രത്യേകിച്ചും രവീന്ദ്ര ജഡേജയുടെ മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു ജയത്തിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. രവീന്ദ്ര ജഡേജ 25 വിക്കറ്റ് നേട്ടം ഈ ടെസ്റ്റിലും കുറിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും നമുക്ക് പറയേണ്ടത് ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യൻ സ്പിന്നർമാർ എത്രത്തോളം അപകടകാരികളാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഒരു പ്രകടനം. 5ാം ദിനത്തിൽ ഇംഗ്ലണ്ടിന് തങ്ങളുടെ വിക്കറ്റ് കാത്തു സൂക്ഷിക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു ടെസ്റ്റ് സമനിലയിലേക്ക് നീങ്ങാൻ. ഇംഗ്ലണ്ട് ഓപ്പണർമാർ ഈ കൃത്യം ഏറെക്കുറെ ഭംഗിയായി നിർവഹിച്ചു. പക്ഷേ തുടർന്ന് വന്ന ബാറ്റ്സ്മാൻമാർക്ക് ഇന്ത്യൻ ആക്രമണത്തിന് മുന്നിൽ, ഇന്ത്യൻ സ്പിൻ അറ്റാക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. രവീന്ദ്ര ജഡേജയ്ക്ക് പിന്തുണയുമായി മറ്റ് 2 സ്പിന്നർമാർ, അശ്വിൻ ഉൾപ്പെടെയുള്ള അമിത് മിശ്ര ഉൾപ്പെടെയുള്ള ബൗളർമാർ കൃത്യമായി പിന്തുണ നൽകിയപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. അത്തരത്തിൽ 208 റൺസിന് അവർ ഓൾ ഔട്ട് ആവുകയും മറ്റൊരു ഇംഗ്ലണ്ടിൻ്റെ ഒരു സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 പരമ്പര അടിയറവ് വെച്ച ഇന്ത്യക്ക് ഒരു മധുര പ്രതികാരമായി ഈ പരമ്പര നേട്ടത്തെ കാണാനാവും. സോമി, ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം. 5 ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ 4-0 സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നിംഗ്സിനും 75 റൺസിനുമാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരിക്കുന്നത്. വീണ്ടും നികേഷിലേക്ക് പോകുമ്പോൾ, വളരെ ഇന്നത്തെ കളി ആരംഭിക്കുമ്പോൾ ഒരു മികച്ച തുടക്കമായിരുന്നു ഇംഗ്ലണ്ടിന്. പിന്നെ ഇംഗ്ലണ്ടിന്റെ ഒരു കളിയെ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇംഗ്ലണ്ടിന്റെ ഓപ്പണർമാർ അലിസ്റ്റർ കുക്കും അതോടൊപ്പം തന്നെ ജെന്നിങ്സും മികച്ച തുടക്കമാണ് നൽകിയത്. ഇരുവരും ചേർന്ന ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് 100 റൺസിന് അപ്പുറത്തേക്ക് കടത്തിയപ്പോൾ ഏവരും കരുതിയത് ഇത് ടെസ്റ്റ് സമനിലയിലേക്ക് പോകുമെന്നാണ്. മറ്റൊന്നും സംഭവിക്കാനില്ല. ടെസ്റ്റ് സ്വാഭാവികമായ ഇത്തരത്തിലുള്ള വലിയ സ്കോറുകൾ പിറന്ന ഒരു മത്സരത്തിൽ സംഭവിക്കുന്നത് പോലെ സമനിലയിലേക്ക് പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം
ഒരു ആദ്യ ഇന്നിങ്സിൽ 477 റൺസ് സ്കോർ ചെയ്ത ഒരു ടീം ഇന്നിങ്സിന് തോൽക്കുക എന്നത് ക്രിക്കറ്റിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ആ ഒരു റെക്കോർഡ് കൂടി അതിൽ തന്നെ ഒരു റെക്കോർഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യ ഇന്നിങ്സിൽ 477 റൺസ് നേടിയ ശേഷം ടീം ഇന്നിങ്സിന് തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ സംബന്ധിച്ച് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച് അവർ തീർച്ചയായും അവരുടെ ഒരു സ്വയം അവലോകനം നടത്തേണ്ടതാണ്. എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചതെന്ന്. ഇന്ത്യൻ കണ്ടീഷൻസിൽ കളിക്കാൻ ഇപ്പോഴും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിന്നർമാരെ കളിക്കുന്നതിൽ അശ്വിനെ കളിക്കുന്നതിൽ, അതോടൊപ്പം തന്നെ അമിത് മിശ്ര കൂടാതെ രവീന്ദ്ര ജഡേജ ഈ സ്പിന്നർമാരെ നേരിടുന്നതിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. പറയേണ്ടി വരും. 477 റൺസ് ആദ്യ ഇന്നിങ്സിൽ നേടിയ ഒരു ടീം നേടുകയും തുടർന്ന് വലിയ ലീഡ് വഴങ്ങുകയും മൂന്നാം ദിനം തങ്ങളുടെ 10 വിക്കറ്റ് 10 വിക്കറ്റിൽ ഒരു ബാറ്റ്സ്മാൻ പോലും ഒരു ടീമിനെ ഈ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ ഒരു മികച്ച ഇന്നിങ്സ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ബാറ്റ്സ്മാനും കാഴ്ചവെക്കാനായില്ല. അത്തരത്തിൽ ഒരു സമ്പൂർണ്ണ തകർച്ച എന്ന് തന്നെ വേണം പറയാം. സ്വാഭാവികമായും ഇംഗ്ലണ്ട് തങ്ങളുടെ ബാറ്റ്സ്മാൻമാരുടെ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടുന്നതിലുള്ള ഇവരുടെ മികവ് സംബന്ധിച്ച് വലിയൊരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ അലിസ്റ്റർ കുക്കിനെ പോലെയുള്ള ഒരു ബാറ്റ്സ്മാൻമാരുള്ള ഒരു നിലയാണ്. അതോടൊപ്പം തന്നെ മോയിൻ അലിയുടെ ഒരു ഓൾറൗണ്ടർ പ്രകടനം, ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഭാധനന്മാരായ ബാറ്റ്സ്മാൻമാരുണ്ടായിരിക്കുക, ഓൾറൗണ്ടേഴ്സ് ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള ഒരു വലിയ തകർച്ച 4-0 എന്ന തരത്തിൽ പരമ്പര നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ ഇംഗ്ലണ്ടിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. സ്വാഭാവികമായും ഇന്ത്യൻ പിച്ചുകളിൽ എങ്ങനെ കളിക്കണം, എങ്ങനെ ഇന്ത്യൻ ബൗളർമാരെ നേരിടണം, പ്രത്യേകിച്ച് സ്പിന്നർമാരെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് ഇംഗ്ലണ്ട് അവരുടെ ബാലപാഠങ്ങൾ കൃത്യമായി നിർവഹിക്കാത്തതിൻ്റെ ഒരു ഫലമായാണ് ഇപ്പോൾ ഈ ഒരു തകർച്ച വന്നു ചേർന്നിരിക്കുന്നത്. സോമി, ഒപ്പം തന്നെ നികേഷ്, രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ 7 വിക്കറ്റുകൾ പിഴുത രവീന്ദ്ര ജഡേജയാണ് മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയതെന്ന് പറയാനാകുമോ? തീർച്ചയായും ഇടങ്കൈനായ രവീന്ദ്ര ജഡേജയുടെ ഒരു പ്രകടനം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. ഒരു ഓൾറൗണ്ടർ എന്നുള്ള നിലയിലാണ് ടീമിൽ എത്തിയത്. തൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ പേരിനും പെരുമയ്ക്കുമൊത്തമുള്ളൊരു പ്രകടനം കരിയറിലെ ആദ്യ ഭാഗത്ത് ജഡേജയ്ക്ക് കാഴ്ചവെക്കാനായിട്ടില്ല. എങ്കിൽ കൂടി തൻ്റെ ഇടങ്കയ്യൻ ഓഫ് സ്പിന്ന്, അത് സ്വാഭാവികമായും ഒരു ഇടങ്കയ്യൻ ഓഫ് സ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലങ്കയൻ ബാറ്റ്സ്മാനെ സംബന്ധിച്ച് അതൊരു ലെഗ് സ്പിന്നറുടെ തരത്തിലാണ് പന്ത് ടേൺ ചെയ്ത് വരിക. ഇത്തരത്തിലുള്ള ഒരു ദ്വിമുഖ ആക്രമണം, അതായത് അശ്വിനും ജഡേജയും ചേർന്നുള്ള ഒരു ആക്രമണത്തെ നേരിടാൻ ഇംഗ്ലണ്ടിന് കഴിയാതെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നൊരു കാഴ്ചയാണ് 5-ാം ദിനത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഇന്നിങ്സിൽ 477 പോലുള്ള വലിയ സ്കോർ പടുത്തുയർത്തിയ ശേഷം ഇംഗ്ലണ്ടിന് ഈ ടെസ്റ്റും ഇന്ത്യക്ക് മുന്നിൽ അടിയറ വെക്കേണ്ടി വന്നത്. ഇപ്പോൾ രംഗനാഥൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം, എങ്ങനെയാണ് ഈ മത്സരത്തെ താങ്കൾ വിലയിരുത്തുക? ഈ മത്സരമല്ല, ഈ പരമ്പര മൊത്തത്തില് പ്രത്യേകിച്ച് 4 ടെസ്റ്റ് വിജയിച്ച് ഏറ്റവും മികച്ച രീതിയിൽ ടീം ഇന്ത്യ വിജയത്തിലോട്ട് എത്തിച്ചതാണ് ഈ പരമ്പരയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത. പ്രത്യേകിച്ച് കരുത്തരായ ഇംഗ്ലണ്ട്. അതുമാത്രമല്ല, ഈ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സ് വിജയവും അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇന്ന് ലഞ്ച് വരെ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഇരുന്ന ഇംഗ്ലണ്ട് സമനിലയോട് പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് രവീന്ദ്ര ജഡേജയുടെ ഏറ്റവും മികച്ച ഒരു ബോളിങ്ങിലൂടെ ഇന്ത്യ ഈ ഇന്നിംഗ്സ് വിജയം നേടിയത്. അതിൽ എടുത്തു പറയേണ്ടത് ടീമിന്റെ ഒരു ഘടനയാണ്. നമ്മൾ ഈ പരമ്പരയിൽ നോക്കുകയാണെങ്കിൽ യുവതാരങ്ങളുടെ വരവ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരനായ കരുൺ നായരുടെ ഒരു ട്രിപ്പിൾ സെഞ്ചുറി, അത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ അവസരം അത് മികച്ച രീതിയിൽ വിനിയോഗിച്ചു. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലി എന്നുള്ള ക്യാപ്റ്റൻ, അദ്ദേഹം കൂടെ പരിശീലകൻ കരുൺ നായരിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് ടെസ്റ്റിൽ അവസരം നൽകുന്നു. അവരത് പെർഫോം ചെയ്ത് മികച്ച രീതിയിൽ ടീം ഇന്ത്യയെ വിജയത്തിലോട്ട് എത്തിക്കുന്നു. കൂടാതെ ഈ ടീമിന്റെ ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫാസ്റ്റ് ബോളേഴ്സ് ആയാലും ഷമ്മി പരിക്ക് മൂലം മാറിയുന്നു. ഇഷാന്ത് ശർമ്മയുടെ മികച്ച ഒരു ബോളിംഗ് പ്രകടനം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ
ഉമേഷ് യാദവിന്റെ ആയാലും. പിന്നെ സ്പിന്നേഴ്സിന്റെ കാര്യം രവീന്ദ്ര ജഡേജ എന്നുള്ള ഓൾറൗണ്ട് പ്രകടനവും അതുകൂടാതെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റിംഗിലും ബോളിംഗിലും തിളങ്ങുന്ന അശ്വിന്റെ ബോളിംഗ് മികവും ബാറ്റിംഗ് പ്രകടനവും എല്ലാ രീതിയിലും ഒരു മികച്ച ടീമായിട്ട് ഇന്ത്യക്ക് മാറാനും ഇപ്പോ തുടർച്ചയായിട്ടുള്ള 5 പരമ്പര വിജയം, അതാണ് എടുത്തു പറയേണ്ടത്. ശ്രീലങ്കയിൽ തുടങ്ങി ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസോടുകൂടി ഇന്ത്യ മുന്നോട്ട് പോകും. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം. 5 ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യ 4-0 സ്വന്തമാക്കി. ഒരു ഇന്നിംഗ്സിനും 75 റൺസിനുമാണ് ഇന്ത്യയുടെ ജയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് നികേഷാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു രംഗനാഥൻ.